ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാർമസ്യൂട്ടിക്സിലെ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് എന്ന പോർഷനാണ്. ഇതിനകത്ത് നമുക്ക് കവർ ചെയ്യാനുള്ളത് ഓർഗാനോലെപ്റ്റിക് ഏജൻസും ഉണ്ട്, പ്രിസർവേറ്റീവ്സും ഉണ്ട്. നമ്മളിത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഓർഗാനോലെപ്റ്റിക് ഏജൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് പ്രിസർവേറ്റീവ്സ് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു സിമ്പിൾ ടോപ്പിക്കാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു നല്ല ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡിൻ്റെ ഡെഫിനിഷനാണ് കേട്ടോ. എന്താണ് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് എന്ന് പറയുന്നത്? ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ഹാവ് നോ ഓർ little pharmacological effect, but they are essentially used in the preparation of pharmaceutical dosage form like tablets, injection, emulsion, ointments, etc. അതായത് നമ്മളുടെ ഫാർമസ്യൂട്ടിക്കൽ ഡോസേജ് ഫോംസ് ആയ ടാബ്ലറ്റിലും ഇഞ്ചക്ഷനിലും ഇമൾഷനും സസ്പെൻഷനും ഓയിൻമെൻറ്റ്സിലൊക്കെ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ഫാർമക്കോളജിക്കൽ എഫക്റ്റ് ഒന്നും ഇല്ല. പക്ഷേ ഇതിൻ്റെ ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫാർമസ്യൂട്ടിക്കൽ ഡോസേജ് ഫോമിൽ. ഫാർമക്കോളജിക്കൽ എഫക്റ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തെറാപ്യൂട്ടിക് പ്രോപ്പർട്ടി ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് നമ്മളുടെ ഫാർമസ്യൂട്ടിക്കൽ ഡോസേജ് ഫോമിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പം ടാബ്ലറ്റോ അല്ലെങ്കിൽ സിറപ്പോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണോ ഉള്ളത്? അതായത് ഇപ്പോൾ ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു സിറപ്പ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പാരസെറ്റമോൾ മാത്രമാണോ കാണുന്നത്? അല്ല, അതിൻ്റെ അകത്ത് മറ്റ് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് ഉണ്ട്. അതായത് അതിലെന്തൊക്കെ ഉണ്ടായിരിക്കും? ഇപ്പോൾ സിറപ്പാണെങ്കിൽ അതിലൊരു പ്രിസർവേറ്റീവ് കാണും അല്ലേ? API ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് കൂടാതെ അതിൽ പ്രിസർവേറ്റീവ് ഉണ്ടാവാം, ആൻറ്റി ഓക്സിഡൻസ് കാണും, സ്റ്റെബിലൈസേഴ്സ്, കളറൻസ്, ഫ്ലേവർ കൊടുക്കുന്ന ഏജൻസ്, തിക്നെസ്, അതൊക്കെ കാണും അല്ലേ? ഓക്കെ, വിസ്കോസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ തിക്നെസ്സും ഒക്കെ കാണും. അപ്പോൾ അതൊക്കെയാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷനിൽ ഈ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് ആഡ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദം ഫ്രം കെമിക്കൽ ചേഞ്ചിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മൈക്രോബിയൽ ആക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ, സ്റ്റെബിലിറ്റി എൻഹാൻസ് ചെയ്യാനും, പേഷ്യൻ്റ് കംപ്ലയിൻസ് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇതിന് ഫാർമക്കോളജിക്കൽ എഫക്റ്റ് ഒന്നുമില്ല. ഓക്കെ, ഇനി ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം പ്ലാന്റ്, ആനിമൽ, മിനറൽ ഓർ സിന്തറ്റിക് ഒറിജിൻ. അതായത് ഈ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് നമുക്ക് പലയിടത്തു നിന്നുമായിരിക്കും കിട്ടുന്നത്, പല ഒറിജിനിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതായത് പ്ലാന്റിൽ നിന്ന് കിട്ടും, ആനിമൽസിൽ നിന്ന് കിട്ടും, മിനറൽസിൽ നിന്ന് കിട്ടും, സിന്തറ്റിക് ഒറിജിനിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ പ്ലാന്റ് ഒറിജിൻ എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറൽ ഗംസ് കിട്ടാറുണ്ട്. പിന്നെ പ്ലാന്റ് ബേസ്ഡ് കളറൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഈ പ്ലാന്റ് ഒറിജിനിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഇനി ആനിമൽ ഒറിജിനിൽ നിന്ന് നമുക്ക് ജലാറ്റിനും ലാക്ടോസും ഒക്കെ കിട്ടും. ഇവിടെ നാച്ചുറൽ ഗംസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അക്കേഷ്യ, ട്രഗക്കാന്തൊക്കെ ഇല്ലേ, അതൊക്കെയാണ്. തിക്നെസ്സൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തില്ല, വിസ്കോസിറ്റി എൻഹാൻസ് ചെയ്യാനും പിന്നെ ഇമൾഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം അതാണ് പ്ലാന്റ് ഒറിജിനിൽ നിന്ന് കിട്ടുന്നതിൻ്റെ എക്സാമ്പിൾ. ആനിമൽ ഒറിജിൻ ആകുമ്പോൾ ജലാറ്റിനും ലാക്ടോസും ഒക്കെ നമുക്ക് ആനിമൽ ഒറിജിനിൽ നിന്ന് കിട്ടും. മിനറൽ ഒറിജിൻ ആകുമ്പോൾ ടാൽക്, സിലിക്കാണ് എക്സാമ്പിൾസ് വരുന്നത്. സിന്തറ്റിക് ഒറിജിൻ എന്ന് പറയുമ്പോൾ പാരബൻസും പോവിഡോണൊക്കെ നമുക്ക് സിന്തറ്റിക് ഒറിജിനിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത്? അതായത് ഈ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡിൽ വരുന്നതാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഓർഗാനോലെപ്റ്റിക് ഏജൻസ്. അതായത് ഓർഗാനോലെപ്റ്റിക് ഏജൻസിൽ വരുന്നതാണ് ഫ്ലേവറിങ് ഏജൻറ്റ്, കളറിങ് ഏജൻറ്റ് ആൻഡ് സ്വീറ്റനിങ് ഏജൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഓർഗാനോലെപ്റ്റിക് ഏജൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് എന്താണ് യൂസ്? ഫോർമുലേഷനിലുണ്ടെങ്കിൽ ഫോർമുലേഷൻ്റെ അൺപ്ലസൻറ്റ് ഓർഡറും ടേസ്റ്റും കളറും ഒക്കെ മാസ്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഷെൽഫ് ലൈഫ് ഡ്രഗിൻ്റെ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ് അതിൽ വരുന്നുണ്ട് കേട്ടോ. അതാണ് പറയുന്നത്, അതിൻ്റെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റിന് എന്തെങ്കിലും കെമിക്കൽ ചേഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും മൈക്രോബിയൽ ആക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പേഷ്യൻ്റ് കംപ്ലയിൻസ് പേഷ്യൻ്റ് കംപ്ലയിൻസ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ബയോ അവൈലബിലിറ്റി കൂട്ടാനായിട്ടും സാധിക്കും. ബയോ അവൈലബിലിറ്റി കൂട്ടുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഒരു ഡ്രഗിൻ്റെ ബയോ അവൈലബിലിറ്റി കൂട്ടണമെങ്കിൽ അതിൻ്റെ സോലുബിലിറ്റിയൊക്കെ എൻഹാൻസ് ചെയ്യിപ്പിച്ചാൽ മതി. അതിന് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? സോലുബിലൈസേഴ്സും സർഫാക്റ്റൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇപ്പോൾ അവിടുത്തെ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് എന്താണ്? സർഫാക്റ്റൻ്റ് ആണ്. ഓക്കെ,
അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൽ ഈ ബയോ അവൈലബിലിറ്റി കൂട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡിൻ്റെ ആപ്ലിക്കേഷനിൽ പറയാനുള്ളത്. അടുത്തത് ഒരു ഫാർമസ്യൂട്ടിക്കൽ എയ്ഡിൻ്റെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക് എന്താണ് അതെന്ന് പറയുന്നത് നോൺ റിയാക്റ്റീവ് ആയിരിക്കണം, അത് ഇനേർട്ട് ആയിരിക്കണം അല്ലേ. അതായത് നമ്മൾ ഡ്രഗുമായിട്ട് ഒരിക്കലും അത് റിയാക്ട് ചെയ്യാനായിട്ട് പാടില്ല, അത് നോൺ ടോക്സിക് ആയിരിക്കണം, കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം, അത് ചീപ്പ് ആയിരിക്കണം, പെട്ടെന്ന് തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കണം, പിന്നെ എഫിഷ്യൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് യൂസ്. അതായത് നമ്മളിപ്പോൾ ലോ കോൺസെൻട്രേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും അതിൻ്റെ എഫക്റ്റീവ്നെസ് അത് കാണിച്ചിരിക്കണം. ഓക്കെ, ഡസ് നോട്ട് ചേഞ്ച് കെമിക്കൽ നേച്ചർ ഓഫ് ദ ഡ്രഗിൻ്റെ കെമിക്കൽ നേച്ചർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ആ ഒരു ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അടുത്തത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സിൽ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ നമുക്ക് ഒരു ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് ആകുമ്പോഴെന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പണൻസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിലൊന്നാണ് അസിഡുലൻസ് എന്ന് പറയും. ഈ അസിഡുലൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ pH ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും ഫ്ലേവർ എൻഹാൻസ് ചെയ്യാനും പിന്നെ പ്രിസർവേറ്റീവ് ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് അസിഡുലൻസ് എന്ന് പറയുന്നത്. അതായത് ഈ അസിഡുലൻസ് എന്ന് പറയുമ്പോൾ അതൊരു ഷാർപ്പ് ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ആ ഒരു ഫോർമുലേഷന്, മനസ്സിലായില്ലേ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഫ്ലേവറിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ടാമറിൻ, ലെമൺ ജ്യൂസ്, ടൊമാറ്റോ ഒക്കെ വരുന്നത് കേട്ടോ. പിന്നെ ഈ കളറിങ് ഏജൻസി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ സിറപ്പൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിറപ്പിന് നല്ല കളറൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. കുട്ടികളെയൊക്കെ അട്രാക്ട് ചെയ്യാനൊക്കെ ആയിട്ട് സിറപ്പിനൊക്കെ നല്ല കളറൊക്കെ കൊടുക്കാറുണ്ട്. ഓറഞ്ച് കളർ, പിങ്ക്, റോസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കളറിൽ കൊടുക്കാറുണ്ട്. അപ്പം ഈ കളറൊക്കെ കൊടുക്കാൻ വേണ്ടി നമുക്ക് അക്സെപ്റ്റഡ് ആയിട്ടുള്ള കളറിങ് ഏജൻസ് ഉണ്ട്. അതാണ് കാരമൽ, ടേമറിക്, ഇൻഡിഗോ, സാഫ്രോൺ ഒക്കെ വരുന്നത്. ഇനി ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ്സ് നമുക്ക് ഈ ടാബ്ലറ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ടാബ്ലറ്റ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകണം. നമ്മൾ അത് ഓറലി അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ വയറ്റിലെത്തി കഴിഞ്ഞിട്ട് അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസ് ആണ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നത്. അതാണ് സ്റ്റാർച്ച്, CMC ഒക്കെ വരുന്നത്. ഒക്കെ ടാബ്ലറ്റിന് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസ് ആണ് ഇവരൊക്കെ. അതും ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സിൽ വരുന്നതാണ് കേട്ടോ. ഇനി ഡയലുവൻസ് എന്തിനായിരിക്കും? അത് നമ്മൾ ഈ ടാബ്ലറ്റ്സിലും ക്യാപ്സ്യൂൾസിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഡയലുവൻസ് ബൾക്ക് ഫോർമുലേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്ത്. അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ് സിനമൺ വാട്ടർ, പെപ്പർമിൻ വാട്ടർ, സെസമോൾ. അത് ലിക്വിഡ് ഫില്ലേഴ്സും വെഹിക്കിൾസും ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഡയലുവൻസ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമൾസിഫയിങ് ഏജൻറ്റ്സ് എന്താണ്? ഈ നമ്മുടെ ഓയിൽ ഇൻ വാട്ടർ മിക്സ്ചേഴ്സിലൊക്കെ നമ്മൾ അതിനെയൊക്കെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമൾസിഫയിങ് ഏജൻസ് യൂസ് ചെയ്യും അല്ലേ. ഇമൾഷൻസ് പഠിച്ചല്ലേ? ഇമൾഷൻസിൻ്റെ അകത്ത് നിങ്ങൾ പഠിച്ചോന്ന് അറിയില്ല, സിലബസിൽ വരുന്നുണ്ട് ഇമൾഷൻസ്. ഓക്കെ, ഇമൾസിഫയിങ് ഏജൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊരു ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് അക്കേഷ്യ, അഗർ, ബെൻറ്റണൈറ്റ്, ജെലാറ്റിൻ ഒക്കെ. ഓക്കെ, ക്രീംസിലും ലോഷൻസിലും ഓറൽ ഇമൾഷൻസിലും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഇമൾസിഫയിങ് ഏജൻസ്. അടുത്തതാണ് സസ്പെൻഡിങ് ഏജൻസ്. ഓക്കെ, സസ്പെൻഡിങ് ഏജൻസ് എന്ന് പറയുന്നതാണ് ഈ പാർട്ടിക്കിൾസിനെയൊക്കെ സസ്പെൻഡ് ചെയ്ത് ലിക്വിഡിൽ പാർട്ടിക്കിൾസിനെയൊക്കെ സസ്പെൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസ് ആണ് സസ്പെൻഡിങ് ഏജൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് അക്കേഷ്യ, അഗർ, ബെൻറ്റണൈറ്റ്, ജെലാറ്റിൻ ഒക്കെ. അപ്പം ഓറൽ സസ്പെൻഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഐ ഡ്രോപ്സ്, ടോപ്പിക്കൽ പ്രിപ്പറേഷൻസിലൊക്കെ സസ്പെൻഡിങ് ഏജൻസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആണ് ഫിൽറ്ററേറ്റ്സ് എന്ന് പറയുന്നത്. അത് ഫിൽട്രേഷൻ പ്രോസസ്സിനൊക്കെ ഹെൽപ്പ് അസിസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഫിൽട്രേറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ടാൽക്ക്, ബെൻറ്റണൈറ്റ്, ഡയറ്റോമൈറ്റ് ഒക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് ഫ്ലേവറിങ് ഏജൻസ് അല്ലേ. നമുക്ക് ഫ്ലേവേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലേവറിങ് ഏജൻസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കാർഡമം, റോസ്, ലെമൺ ഒക്കെ. പിന്നെ ലൂബ്രിക്കൻസ് ഉണ്ട്. ലൂബ്രിക്കൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മാനുഫാക്ചറിങ്ങിൻ്റെ ഒക്കെ സമയത്ത് ഈ സ്റ്റിക്കിംഗ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ടാൽക്ക്, കൊക്കോ ബട്ടറൊക്കെ. കൊക്കോ ബട്ടറൊക്കെ നമ്മളുടെ സപ്പോസിറ്ററീസിലൊക്കെ ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. നെക്സ്റ്റ് ആണ് സ്വീറ്റനിങ് ഏജൻസ്. സ്വീറ്റനിങ് ഏജൻസ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കേഷന് ഒരു സ്വീറ്റ്നെസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വീറ്റനിങ് ഏജൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഹണി, സാക്കറിൻ, ഗ്ലിസറൈസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് തിക്കനിങ് ഏജൻറ്റ്. തിക്കനിങ് ഏജൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു വിസ്കോസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വിസ്കോസിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർമുലേഷൻ്റെ വിസ്കോസിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിക്കനിങ് ഏജൻസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് പെക്റ്റിൻ, ട്രഗൈക്കാൻത്ത്, മീഥൈൽ സെല്ലുലോസ് ഒക്കെ കേട്ടോ.
അതിപ്പം നമ്മൾ ക്രീംസ്, ജെൽസ്, ചില ഓറൽ ലിക്വിഡ് പ്രിപ്പറേഷൻസിലൊക്കെ അതിൻ്റെ ടെക്സ്ചറിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ തിക്കനിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത്.